എൻ ഡി എ മുന്നണിക്ക് തുടക്കത്തിലുണ്ടായിരുന്ന അനുകൂല സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയ ചർച്ചകളെങ്കിലും മറ്റ് സാധ്യതകൾ തേടുന്നു, ആരായുന്നു എന്നുള്ളതാണ് ഈ ഇന്ത്യ മുന്നണിയുടെ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകളെ പ്രസക്തമാക്കുന്നു. മറ്റ് ചില സംഭവവികാസങ്ങൾ കൂടി, ചില സംസ്ഥാനങ്ങളിലുണ്ടായ സംഭവവികാസങ്ങൾ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ നേടിയ ഒരു ഭൂരിപക്ഷത്തിലേക്ക് പോകുവാൻ കഴിയില്ല എന്നുള്ള സൂചനകൾ നൽകാൻ പര്യാപ്തമാണ്. ചില സംസ്ഥാനങ്ങളിൽ ചില നീക്കുപോക്കുകൾ വരുത്തി ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്നതിനപ്പുറം സംഘടിതമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇന്ത്യ മുന്നണിക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ എത്രമാത്രം നടത്തുവാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ ചോദ്യം ഉണ്ട്. വിവിധ ജനവിഭാഗങ്ങളെ അവരുടെ വൈകാരികമായ പല വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാനായിട്ടുള്ള ശ്രമം, അത് പൗരത്വ നിയമവിധി ഭേദഗതി ബില്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും സംരക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ കുറച്ചും കൂടെയൊക്കെ വൈകാരികമായിട്ടുള്ള വർഗീയമായ പ്രസ്താവനകൾ നടത്തുന്ന കാര്യത്തിലുമൊക്കെ പല ഘട്ടങ്ങളിലും മുൻപ് തെരഞ്ഞെടുപ്പുകളിൽ അത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ സൃഷ്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോർത്ത് ഇന്ത്യയിലെ വോട്ടിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിൽ അധിഷ്ഠിതമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർ ഭരണത്തിൽ വന്നാൽ എങ്ങനെയുള്ള ഭരണമായിരിക്കും കാഴ്ചവെക്കുന്നത്, ഇതൊരു വലിയ പ്രശ്നമായിട്ട് നിൽക്കും. അപ്പോൾ മറുവശത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ശക്തനായൊരു നേതാവ്, ഇപ്പുറത്തെ പ്രതിപക്ഷത്ത് കൃത്യമായിട്ട് ആരാണ് നേതാവെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം, ഇതൊക്കെ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഒരുതരം ഡിലേമ വോട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കാം. നമ്മുടെ രാജ്യം തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ അവസാന ഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, ഇന്ത്യ മുന്നണി ബി ജെ പിക്ക് ഒരു വെല്ലുവിളിയായി വരുമോ, അല്ലെങ്കിൽ അവർക്കൊരു കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുവാൻ സാധിക്കുമോ എന്നുള്ള ചർച്ചകൾ വളരെ ഗൗരവമായി ചില സ്ഥലങ്ങളിലെങ്കിലും നടക്കുന്നുണ്ട്. അതെത്രമാത്രം യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ എൻ ഡി എ മുന്നണിക്ക് തുടക്കത്തിലുണ്ടായിരുന്ന അനുകൂല സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയ ചർച്ചകളെങ്കിലും മറ്റ് സാധ്യതകൾ തേടുന്നു, ആരായുന്നു എന്നുള്ളതാണ് ഈ ഇന്ത്യ മുന്നണിയുടെ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകളെ പ്രസക്തമാക്കുന്നത്. തുടക്കത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചർച്ച വരുവാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം? 2-3 കാരണങ്ങളാണ്. ഒന്ന്, അരവിന്ദ് കേജ്രിവാളിനെ തെരഞ്ഞെടുപ്പിൻ്റെ തീച്ചൂളയിൽ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയും അദ്ദേഹം തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ജാമ്യം നേടി പുറത്തു വരികയും അത് വലിയൊരു തിരഞ്ഞെടുപ്പ് വിഷയമായി ഡൽഹി പ്രചരണ വേളയിൽ പ്രചരണ ചൂടിൽ വന്നപ്പോഴാണ് ഇന്ത്യ മുന്നണി പ്രസക്തമാണ്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് പുതിയ ഊർജ്ജം ലഭിച്ചു എന്ന് പറയുവാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചത്. അപ്പോൾ കേജ്രിവാളിൻ്റെ ജയിലിൽ നിന്നുള്ള താൽക്കാലികമായ മോചനം, അദ്ദേഹം ഉയർത്തിവിട്ട ചില വിഷയങ്ങൾ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അന്യായമായിട്ടാണെന്നുള്ള ഒരു തോന്നൽ ചിലരുടെയെങ്കിലും ഇടയിൽ. ചിലർ പറയുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അഴിമതി മൂലമാണ്, അങ്ങനെ വിശ്വസിക്കുന്നവരും ഉണ്ടാവാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജയിൽ മോചനവും അദ്ദേഹം ഉയർത്തിവിട്ട രാഷ്ട്രീയവും, അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത്, അദ്ദേഹം പറഞ്ഞു അടുത്ത സെപ്റ്റംബറിൽ നരേന്ദ്രമോദിക്ക് 75 വയസ്സാകുകയാണ്. 75 വയസ്സാകുമ്പോൾ നരേന്ദ്രമോദി തന്നെയാണ് 75 വയസ്സായവർ സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഉന്നത പദവിയിൽ നിൽക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എൻ ഡി എ ജയിച്ചാൽ തന്നെ നരേന്ദ്രമോദി 5 വർഷം പ്രധാനമന്ത്രി ആയിരിക്കുമെന്നുള്ളൊരു ചോദ്യം ഒരു കണക്ക് പറഞ്ഞാൽ വളരെ തന്ത്രപരമായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. ബി ജെ പി അതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കൊടുത്തുവെങ്കിലും നരേന്ദ്രമോദിക്ക് ആരോഗ്യമുണ്ട്, മറ്റ് പ്രശ്നങ്ങളില്ല, അധികാരത്തിൽ വന്ന് 5 വർഷം തുടരുമെന്ന് മാത്രമല്ല അതിനുശേഷവും നേതൃത്വത്തിൽ തന്നെ കാണുമെന്നുള്ള പ്രസ്താവന വന്നത്. പക്ഷേ ഇത് ഒരു ചർച്ചയ്ക്ക് വഴിവെച്ചു. അതിൽ യോഗി ആദിത്യനാഥിനെ കൊണ്ടുവന്നു. അപ്പോൾ ആദിത്യനാഥും ബി ജെ പിയുടെ നേതൃത്വവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി വെച്ചു. അമിത്ഷാ രാഷ്ട്രീയ പ്രധാനമന്ത്രി പദം നോട്ടമിട്ടിരിക്കുന്ന ആളാണെന്ന്, ഇങ്ങനെയൊക്കെയുള്ളൊരു വലിയ ചർച്ച ഉണ്ടാക്കുവാൻ കേജ്രിവാളിന് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ കേജ്രിവാളിൻ്റെ രാഷ്ട്രീയം ഡൽഹിയിൽ ചില മാറ്റങ്ങളുണ്ടാകും, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഡൽഹിയിലെ
7 സീറ്റും BJPക്ക് കിട്ടേണ്ടതായിരുന്നു. ഈ അറസ്റ്റും അതിനോട് ചേർന്നിട്ടുള്ള സംഭവവികാസങ്ങളും ചിലപ്പോൾ അതിൽ ചെറിയ മാറ്റം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ഹരിയാനയിലുണ്ടായ ചില രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, അവിടുത്തെ ഗവൺമെൻറ് BJP നയിക്കുന്ന ഗവൺമെൻറ്റിനുണ്ടായിട്ടുള്ള അസ്ഥിരത, അത് ചില കാര്യങ്ങളിൽ BJPക്കെതിരായി വരാം. പഞ്ചാബിൽ അതിൻ്റെ അലയൊലികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിക്ക് കുറേയെങ്കിലും സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ അതുണ്ടാക്കാവുന്ന മാറ്റമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ളതാണ്, മാറ്റമാണ് അല്ലെങ്കിൽ സ്വാധീനമാണ് ഇന്ത്യ സഖ്യത്തിന് ചില സാധ്യതകൾ തുടക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി കൽപ്പിക്കുവാൻ ഉള്ള സാഹചര്യം സൃഷ്ടിച്ചത്. പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല മൊത്തമായി BJPക്കുള്ള രാഷ്ട്രീയ മേധാവിത്വത്തെ ഒരു പരിധിക്കപ്പുറത്ത് ചോദ്യം ചെയ്യുന്നുവെന്ന്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ മറ്റു ചില സംഭവവികാസങ്ങൾ കൂടി, ചില സംസ്ഥാനങ്ങളിലുണ്ടായ സംഭവവികാസങ്ങൾ BJPക്ക് കഴിഞ്ഞ തവണ നേടിയ ഒരു ഭൂരിപക്ഷത്തിലേക്ക് പോകുവാൻ കഴിയില്ല എന്നുള്ള സൂചനകൾ നൽകാൻ പര്യാപ്തമാണ്. അതിലൊന്ന്, മഹാരാഷ്ട്രയിൽ ഉള്ളൊരു മഹാസഖ്യമുണ്ട്, ഇന്ത്യ മുന്നണി നേതൃത്വം നൽകുന്ന. അവിടെ കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് ഉണ്ടായിരുന്ന അത്ര ഒരു മേധാവിത്വം മഹാരാഷ്ട്രയിൽ ലഭിക്കുവാൻ സാധ്യതയില്ല എന്നുള്ള സൂചനകളുണ്ട്. കർണാടകയിൽ ഉണ്ടായിട്ടുള്ള ചില രേവണ്ണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അലിഗേഷൻസും ഒക്കെ BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം കർണാടകയിൽ നല്ല മേധാവിത്വമായിരുന്നു, അതിൽ ചിലപ്പോൾ ചെറിയ മാറ്റം ഉണ്ടാകാം. അതുപോലെ തെലങ്കാനയിൽ ചെറിയ മാറ്റം ഉണ്ടാകാം. ഇതിൻ്റെ ചില സൂചനകൾ പറയുന്നത് ബീഹാറിൽ ചെറിയ നമ്പർ ഓഫ് സീറ്റ് ചിലപ്പം NDAക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിലധികം കിട്ടാം. അല്ലെങ്കിൽ UPയിൽ രാഹുൽ ഗാന്ധിയും അതുപോലെ യാദവും ഒക്കെ ചേർന്ന് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് ചിലപ്പോൾ എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ സൃഷ്ടിക്കാം. അപ്പോൾ ചില സംസ്ഥാനങ്ങളിലെ പ്രത്യേക രാഷ്ട്രീയം BJPക്ക് പ്രതികൂലമാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ. വെസ്റ്റ് ബംഗാളിലാണെങ്കിലും തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ BJPക്ക് വലിയ മുന്നേറ്റം സന്ദേശ് വിഷയവുമായി ബന്ധപ്പെട്ടുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിൽ ആ ഒരു മുൻതൂക്കം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. BJP കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ വെസ്റ്റ് ബംഗാളിൽ നേടുവാൻ സാധ്യതയില്ല, കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് അധികമായി കിട്ടില്ല എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില സംസ്ഥാനങ്ങളിലെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമായാൽ വേണമെങ്കിൽ BJPയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ നേടിയ സീറ്റുകളെ നേടാതിരിക്കുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ NDA സഖ്യത്തിന് സാധ്യത കൽപ്പിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ വന്നത് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ ചില സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഈ വാദങ്ങൾ നിലനിൽക്കുമ്പോഴും അതൊന്നും തന്നെ BJPയെ ഭരണം പിടിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തുവാൻ പര്യാപ്തമായ സംഭവവികാസങ്ങളായി ഞാൻ കാണുന്നില്ല. കാരണം ഇതൊക്കെ പറയുമ്പോഴും ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ചില സംസ്ഥാനങ്ങളിൽ ചില നീക്കുപോക്കുകൾ വരുത്തി ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്നതിനപ്പുറം സംഘടിതമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇന്ത്യ മുന്നണിക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ എത്രമാത്രം നടത്തുവാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ ചോദ്യം ഉണ്ട്. അങ്ങനൊരു രാഷ്ട്രീയ പ്രവർത്തനം നടന്നാൽ മാത്രമേ അവിടെ അത് വോട്ടായി മാറുകയുള്ളൂ. അതൊരു സുപ്രഭാതത്തിൽ നടത്തുന്ന ഒരു വലിയ പ്രവണതയുടെ ഭാഗമായിട്ട് അല്ല, മറിച്ച് അത് കുറേ കാലമായി ക്രോഡീകരിച്ച് വന്ന് നടക്കേണ്ട ഒരു സംഭവമാണ്. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടില്ല. മാത്രവുമല്ല, ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും പ്രായോഗിക രാഷ്ട്രീയമാണ് NDA പയറ്റിയത്. പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വോട്ട് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് എന്താണോ ചെയ്യുവാൻ കഴിയുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. BJP കൃത്യമായി അത് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലാണെങ്കിലും മറ്റ് രാഷ്ട്രീയ നീക്കുപോക്കുകളിലും ഒക്കെ ആണെങ്കിലും വിവിധ ജനവിഭാഗങ്ങളെ അവരുടെ വൈകാരികമായ പല വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാനായിട്ടുള്ള ശ്രമം, അത് പൗരത്വ നിയമവിധി ഭേദഗതി ബില്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും സംരക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ കുറച്ചും കൂടെയൊക്കെ വൈകാരികമായിട്ടുള്ള വർഗീയമായ പ്രസ്താവനകൾ നടത്തുന്ന കാര്യത്തിലുമൊക്കെ പല ഘട്ടങ്ങളിലും മുൻപ് തെരഞ്ഞെടുപ്പുകളിൽ അത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ സൃഷ്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോർത്ത് ഇന്ത്യയിലെ വോട്ടിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിൽ അധിഷ്ഠിതമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. അപ്പോൾ അതിനെ ടാപ്പ് ചെയ്യുവാനായിട്ട്, അതിനെ പരിപൂർണമായി തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടുന്ന രീതിയിലുള്ള പ്രസ്താവനകളും കാര്യങ്ങളുമൊക്കെ
BJP നേതൃത്വം, പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമായി നടത്തുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും ഏറ്റവും വലിയ വോട്ട് ക്യാച്ചറായി നിൽക്കുന്നത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തോളം പ്രഭാവമുള്ള ഒരു നേതാവ് മറ്റ് മുന്നണികൾക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. രാഷ്ട്രീയമായി അത് ഒരു വലിയ ഫാക്ടറായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ചില സംസ്ഥാനങ്ങളിൽ, ചില കോർണറുകളിൽ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് കുറച്ചും കൂടെ സീറ്റുകൾ ലഭിച്ചാൽ തന്നെയും അതൊരു ഭരണത്തിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള എണ്ണം തികയ്ക്കുമെന്ന് കരുതുവാനുള്ള യാതൊരു സാഹചര്യവും നിലവിൽ ഇല്ല. പിന്നെ ചിലർ പറയുന്നത് ചില പ്രദേശങ്ങളിലെ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കുറവ്. ശരിയാണ്, വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. വോട്ടിംഗ് ശതമാനം കുറയുന്നതിന് ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ് അതായിരിക്കാം ഒരു കാരണം. പക്ഷേ ആ ഒരു ശതമാനത്തിലെ കുറവ് ഈ പറയുന്ന രീതിയിൽ ഒരു വലിയ കുറവായി കാണാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ തവണ ജയിച്ച UP-യിലെ മിക്കവാറും സീറ്റുകളിലൊക്കെ 4 ലക്ഷം, 3 ലക്ഷം, 2 ലക്ഷം അങ്ങനെയുള്ള മാർജിനിലാണ് BJP ജയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഗുജറാത്തിൽ, രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ, ബീഹാറിൽ, ഹരിയാനയിൽ, ഛത്തീസ്ഗഡിൽ, ഉത്തരാഖണ്ഡിൽ ഇവിടെയെല്ലാം വിജയിച്ചത് വലിയ ഭൂരിപക്ഷത്തിലാണ്. അപ്പോൾ ആ ഒരു പ്രവണത നിലനിൽക്കുകയാണെങ്കിൽ ഈ വോട്ടിംഗ് ശതമാനത്തിലുള്ള ചെറിയ കുറവ്, ഈവൻ വെസ്റ്റ് ബംഗാളിൽ വരെ, കർണാടകയിൽ ഒക്കെ എത്രമാത്രം സീറ്റുകളാണ് BJP നേടിയത്. അപ്പോൾ അവിടെ കൊണ്ടൊരു ചെറിയ ശതമാനം കുറവ് ചില പ്രാദേശിക വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായാൽ തന്നെ അത് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിലെ അധികാരത്തിലേക്ക് കൊണ്ടുവരുവാൻ പര്യാപ്തമായൊരു നമ്പർ സൃഷ്ടിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ വിഷയങ്ങളുടെ അവതരണം, സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ, ഇപ്പം ഇവിടെ NDA വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായ നേട്ടം കൈവരിക്കുന്നതിനേക്കാൾ ഉപരിയായി ഒരു പ്രതിപക്ഷമെന്നുള്ള രീതിയിൽ NDAക്ക് ശക്തമായി പ്രവർത്തിക്കാൻ കഴിയാത്തതാണ് യഥാർത്ഥത്തിൽ NDAയുടെ ഏറ്റവും വലിയ നേട്ടം. പല പ്രശ്നങ്ങളും NDA സംബന്ധിച്ചുണ്ട്. 10 വർഷമായി ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്നു. അതിൻ്റെ ഒരു ആൻറ്റി ഇൻകംബൻസി ഡെവലപ്പ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു ഭരണവുമായി മുന്നോട്ട് ഒരു പ്രതിപക്ഷമായി അവതരിക്കുവാനും ആ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുവാനും ഒന്നും പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ പ്രതിപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്തു, ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തു, അവർ ഭരണത്തിൽ വന്നാൽ എങ്ങനെയുള്ള ഭരണമായിരിക്കും കാഴ്ചവെക്കുന്നത്? ഇതൊരു വലിയ പ്രശ്നമായിട്ട് നിൽക്കും. അപ്പോൾ മറുവശത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ശക്തനായൊരു നേതാവ്, ഇപ്പുറത്തെ പ്രതിപക്ഷത്ത് കൃത്യമായിട്ട് ആരാണ് നേതാവെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം, ഇതൊക്കെ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഒരുതരം ഡിലേമ വോട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം NDAക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ NDA മുന്നണിക്ക് ഇന്ത്യ മുന്നണി ഒരു വെല്ലുവിളി ഉയർത്തി അധികാരത്തിൽ വരുമോ എന്ന ചോദ്യത്തിന് സാധ്യത കുറവാണ് എന്ന വിലയിരുത്തലിൽ നമ്മൾ എത്തിച്ചേരുന്നത്.